സദ്ഗുരു ശരണം. ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങളെ നോക്കിക്കും. ഇനി ഭീഷണിയാണ് പറ്റുള്ളൂ നിങ്ങളുടെ അടുത്ത്. അല്ലാതെ ഇനി ചിരിച്ച് കളിച്ച് പറഞ്ഞിരുന്നിട്ട് യാതൊരു കാര്യം. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ദാ ഇപ്പം റെഡി ആയിട്ട് പഠിച്ചോളണം. പറഞ്ഞിട്ടല്ലോ നിങ്ങൾക്ക് നല്ല അടിയുടെ കുറവുണ്ട്. ആ ചൂരലെവിടെ? ചൂരലത്ത് അന്ന് എൻ്റെ ക്യാമറ പൊട്ടിപ്പോകും, അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. വെറുതെ ഇങ്ങനെ ഞാനിവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതിൻ്റെ കുറച്ചുകൂടെ ബാക്കി നമുക്ക് പഠിക്കാനുണ്ട്. അതെന്താണ്? ഡെയിലി ലൈഫിൽ വീട്ടിൽ കുട്ടികളുടെ അടുത്ത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാം. സോ ആർ യു റെഡി? Then let's get started. Welcome to English Guru's brand new episode. I'm Asha Ladha Srijit. Welcome to day 12 of 24-day free spoken English course. അപ്പോൾ ഇന്ന് ബാത്ത് ടൈം ആണ്. കുളിക്കാറാവുമ്പോൾ നമുക്ക് കുട്ടികളുടെ അടുത്ത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, സംസാരിക്കാം. കുളിക്കാൻ സമയമായി. ടൈം ഫോർ ബാത്ത്, ടൈം ഫോർ ബാത്ത്, ബാത്ത് ടൈം, ഇറ്റ്സ് ബാത്ത് ടൈം. മോന് ടബിൽ ഏതൊക്കെ ടോയ്സ് കൊണ്ടുവരണം? വാട്ട് ടോയ്സ് ഡു യു വാണ്ട് ടു ബ്രിങ് ഇൻ ദ ടബ്? ടബിൽ ഏത് ടോയ്സ് കൊണ്ടുവരണം? മോന് നല്ലപോലെ പതയ്ക്കണോ? പത വേണോ? ഡു യു വോണ്ട് ബബിൾസ്? ഡു യു വോണ്ട് ബബിൾസ്? ഇന്ന് ടബിൽ നമുക്ക് ഏത് പാട്ട് പാടണം? വാട്ട് സോങ്സ് ഷുഡ് വി സിങ് ഇൻ ദ ടബ്? വാട്ട് സോങ്സ് ഷുഡ് വി സിങ് ഇൻ ദ ടബ്? ഇനി ഏത് പാട്ട് കേൾക്കണം ടബിലിരിക്കുമ്പോൾ? വാട്ട് സോങ്സ് ഷുഡ് വി ലിസൺ ടു ഇൻ ദ ടബ്? ലിസൺ ടു ഇൻ ദ ടബ്. അതൊക്കെ ശ്രദ്ധിക്കണം. അവിടെ ലിസൺ ടു എന്ന് തന്നെ പറയാം. മോന്റെ പാവയും കൂടെ നമുക്ക് കുളിപ്പിക്കണോ? Should we give your toy a bath too? മോന്റെ പാവയെയും ഒരു കുളി കൊടുക്കണോ? കുളി പാസ്സാക്കണോ? പാവയെയും കുളിപ്പിക്കണോ? Should we give your toy a bath too? നമുക്ക് ടബിൽ കിടക്കുന്നതിന് മുമ്പ് പോട്ടി പോവാം. Let's go potty before we get in the tub. Let's go potty before we get in the tub. വാ, നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റാം. Come on, let's take off your clothes. Let's take off your clothes. മോന് തനിയെ ചെയ്യാൻ പറ്റുമോ അത്? Can you do it by yourself? Can you do it by yourself? ശ്രദ്ധിച്ചു വേണേ ടബിലേക്ക് കയറാൻ. Step into the tub carefully. Step into the tub. ടബിലേക്ക് സൂക്ഷിച്ച് കാലെടുത്ത് വെക്കണം. Step into the bathroom carefully. അങ്ങനെ പറഞ്ഞാലും മതി. Step in carefully. ഇപ്പൊ എവിടെയെങ്കിലും അവർ കയറുമ്പോൾ ശ്രദ്ധിച്ച് കയറാൻ step in carefully. അല്ലെങ്കിൽ step slowly, പതുക്കെ. സ്റ്റെപ്പ് സ്ലോലി, സ്റ്റെപ്പ് ഇൻ സ്ലോലി. പതുക്കെ കയറാൻ ഇങ്ങനെയും പറയാം, സ്റ്റെപ്പ് ഇൻ സ്ലോലി. വെള്ളം തൊട്ട് നോക്കിയേ, ആവശ്യത്തിന് ചൂടുണ്ടോ അതോ ചൂട് കൂടുതലാണോ? ഫീൽ ദ വാട്ടർ. അതാണ് വെള്ളം തൊട്ട് നോക്കി ചൂടറിയുന്നതിന് ഫീൽ ദ വാട്ടർ. ഫീൽ ദ വാട്ടർ. ഇസ് ഇറ്റ് വാം ഇനഫ്? ആവശ്യത്തിന് ചൂടുണ്ടോ? ഇസ് ഇറ്റ് വാം ഇനഫ്? ഇസ് ഇറ്റ് ടു ഹോട്ട്? ഭയങ്കര ചൂടാണോ? ഇസ് ഇറ്റ് ടു ഹോട്ട്? നമുക്ക് ഇനി മോന്റെ മുടി കഴുകാം. ലെറ്റ്സ് വാഷ് യുവർ ഹെയർ നൗ. ലെറ്റ്സ് വാഷ് യുവർ ഹെയർ നൗ. സോപ്പ് കയറണ്ട, കണ്ണടയ്ക്ക്. ക്ലോസ് യുവർ ഐസ് സോ ദാറ്റ് ദ സോപ്പ് ഡസൻറ്റ് ഗെറ്റ് ഇൻ. ക്ലോസ് യുവർ ഐസ് സോ ദാറ്റ് ദ സോപ്പ് ഡസൻറ്റ് ഗെറ്റ് ഇൻ യുവർ ഐസ്. ക്ലോസ് യുവർ ഐസ് സോ ദാറ്റ് ദ സോപ്പ് ഡസൻറ്റ് ഗെറ്റ് ഇൻ. തലയൊന്ന് പുറകോട്ട് ചരിച്ചേ. ടിൽറ്റ് യുവർ ഹെഡ് ബാക്ക്. തലയൊന്ന് പുറകോട്ട് ചരിച്ചേ എന്ന് പറയുന്നത് ടിൽറ്റ് യുവർ ഹെഡ് ബാക്ക്. മുകളിലോട്ട് നോക്കിയേ, ലുക്ക് അപ്പ്. ലുക്ക് അപ്പ്. സീലിംഗിൽ നോക്കിയേ, ലുക്ക് അപ്പ് അറ്റ് ദ സീലിംഗ്. ലുക്ക് അപ്പ് അറ്റ് ദ സീലിംഗ്. ഇനി നന്നായിട്ട് റിൻസ് ചെയ്യണേ, തേച്ചരച്ച് മുടി കഴുകണം. റിൻസ് റിൻസ് റിൻസ്. ഇനി നമുക്ക് കൈയും കാലും കഴുകാം. ടൈം ടു വാഷ് യുവർ ആംസ് ആൻഡ് ലെഗ്സ്. ടൈം ടു വാഷ് യുവർ ആംസ് ആൻഡ് ലെഗ്സ്. ഇനി നമുക്ക് വയറും ബാക്കും ഒക്കെ ഒന്ന് നന്നായിട്ട് കഴുകാം. ലെറ്റ്സ് ക്ലീൻ യുവർ ടമ്മി ആൻഡ് ബാക്ക്. ടമ്മി, വയർ, ബാക്ക്. ലെറ്റ്സ് ക്ലീൻ യുവർ ടമ്മി ആൻഡ് ബാക്ക്. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്ക് ഇറങ്ങാറായി. ഓക്കെ, ടൈം ടു ഗെറ്റ് ഔട്ട്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങാറായി. ടൈം ടു ഗെറ്റ് ഔട്ട്. ഇനി ഒരു ടവല് കൊണ്ട് ഒന്ന് കെട്ടട്ടെ. ലെറ്റ്സ് റാപ്പ് യു ഇൻ എ ടവൽ. ലെറ്റ്സ് റാപ്പ് യു ഇൻ എ ടവൽ. വെള്ളമൊക്കെ നമുക്ക് തുടച്ചു കളയാം. ലെറ്റ്സ് ഡ്രൈ യു ഓഫ്. ലെറ്റ്സ് ഡ്രൈ യു ഓഫ്. ഇനി മുടി തോർത്താം. ലെറ്റ്സ് ഡ്രൈ യുവർ ഹെയർ. ലെറ്റ്സ് ഡ്രൈ യുവർ ഹെയർ. ഇനി ഇത് കുളിക്കുന്നതിന് മുമ്പ് പറയേണ്ടതാണ്, പല്ല് തേക്കണം. ടൈം ടു ബ്രഷ് യുവർ ടീത്ത്. ടൈം ടു ബ്രഷ് യുവർ ടീത്ത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ലെറ്റ്സ് ബ്രഷ് യുവർ ടീത്ത്. തനിയെ ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്? ക്യാൻ യു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്? ഞാൻ സഹായിക്കണോ? ലെറ്റ് മീ ഹെൽപ്പ് യു. അല്ലെങ്കിൽ ഞാൻ സഹായിക്കാം, ലെറ്റ് മീ ഹെൽപ്പ് യു. നന്നായിട്ട് വായ തുറന്ന് പിടിച്ചേ. ഓപ്പൺ യുവർ മൗത്ത് നൈസ് ആൻഡ് വൈഡ്. ഓപ്പൺ യുവർ മൗത്ത് നൈസ് ആൻഡ് വൈഡ്. ആ പുറകിലെ പല്ലൊന്നും തേക്കാൻ വിട്ടുപോലെ
Don't forget to brush your back teeth. Don't forget to brush your back teeth. ഈ എന്ന് കാണിക്കൂ. Say cheese. Say cheese. ഇനി നന്നായിട്ട് കുൽക്കുഴിയൂ. Rinse. Rinse എന്നാണ് കുൽക്കുഴി എന്ന് പറയുന്നത്. Rinse. ഇനി തുപ്പു. Spit. Spit. എല്ലാം കഴിഞ്ഞു. All done. ഇനി മുഖം തുടക്കിയേ. Wipe your face. Wipe your face. നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. നൈസ് ആൻഡ് ക്ലീൻ. നൈസ് ആൻഡ് ക്ലീൻ. ഇനി നമുക്ക് എഴുന്നേക്കാൻ നേരത്തെ എന്ത് പറയാൻ നോക്കാം. ടൈം ടു ഓപ്പൺ യുവർ ഐസ്. കണ്ണ് ഓർക്കാൻ സമയമായി. ടൈം ടു ഗെറ്റ് അപ്പ്. എഴുന്നേക്കാൻ നേരമായി. ടൈം ടു ഗെറ്റ് അപ്പ്. നന്നായിട്ട് ഉറങ്ങിയോ? ഡിഡ് യു സ്ലീപ് വെൽ? ഡിഡ് യു സ്ലീപ് വെൽ? നല്ല സ്വപ്നം വല്ലതും കണ്ടോ? ഡിഡ് യു ഹാവ് എനി ഗുഡ് ഡ്രീംസ്? ഡിഡ് യു ഹാവ് എനി ഗുഡ് ഡ്രീംസ്? ഡിഡ് യു ഹാവ് എ ഗുഡ് സ്ലീപ്പ്? ഡിഡ് യു ഹാവ് എ ഗുഡ് സ്ലീപ്പ്? നന്നായിട്ട് ഉറങ്ങിയോ? യു ആർ മൈ സൺഷൈൻ. മോൻ എൻ്റെ സൺഷൈൻ ആണ്. അതായത് മോൻ എൻ്റെ പ്രിയപ്പെട്ടവനാണെന്ന് പറയുന്നതിനുള്ളൊരു ഇംഗ്ലീഷ് യൂസേജ് ആണത്. യു ആർ മൈ സൺഷൈൻ. ഇങ്ങനെ പറയാം. ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക്. ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമാണെന്ന്. ഐ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക്. യു ആർ മൈ ലിറ്റിൽ സ്റ്റാർ. മോൻ എൻ്റെ നക്ഷത്രക്കുട്ടിയാണ്. യു ആർ മൈ ലിറ്റിൽ സ്റ്റാർ. അതുപോലെ മക്കളോട് പറയാൻ പറ്റുന്ന മറ്റൊരു സെൻറ്റൻസ് ആണ്. അതിപ്പോൾ വലിയ കുട്ടികളോടായാലും നമുക്ക് പറയാം. ഐ എം ഹിയർ ഫോർ യു. ഐ എം ഹിയർ ഫോർ യു. അമ്മ ഇവിടെ ഉണ്ട്. യു ക്യാൻ ടെൽ മീ എനിത്തിങ്. എന്ത് വേണമെങ്കിലും പറയാം. ഇനി നമുക്ക് കുട്ടികളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാം. ഐ ലവ് യു സോ മച്ച്. ഐ ലവ് യു സോ മച്ച്. മോനെയാണ് ഏറ്റവും ഇഷ്ടം. യു ആർ മൈ ഫേവറേറ്റ് പേഴ്സൺ. യു ആർ മൈ ഫേവറേറ്റ് പേഴ്സൺ. ഇനി നമുക്ക് ഹസ്ബൻഡിനോട് പറയാം, അല്ലെങ്കിൽ ഭാര്യയോട് പറയാം. ഐ എം സോ ലക്കി ടു ഹാവ് യു. ഐ എം സോ ലക്കി. എനിക്ക് നിന്നെ കിട്ടിയത് മഹാഭാഗ്യമാണ്. ഐ എം സോ ലക്കി ടു ഹാവ് യു. യു മേക്ക് മൈ ഹാർട്ട് ഹാപ്പി. എന്നെ വല്ലാതെ സന്തോഷം, എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നു നീ. യു മേക്ക് മൈ ഹാർട്ട് ഹാപ്പി. ഐ എം സോ പ്രൗഡ് ടു ബി യുവർ മോം അല്ലെങ്കിൽ ഡാഡ്. മോൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. ഐ എം സോ പ്രൗഡ് ടു ബി യുവർ മോം. ഇനി നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് നമുക്ക് പറയാം. ഐ ലവ് സ്പെൻഡിങ് ടൈം വിത്ത് യു. നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് സ്പെൻഡിങ് ടൈം വിത്ത് യു. നീ ഉണ്ടെങ്കിൽ എല്ലാം നല്ല രസമാണ്. യു മേക്ക് എവറിത്തിങ് മോർ ഫൺ. യു മേക്ക് എവറിത്തിങ് മോർ ഫൺ. എനിക്ക് നിന്നോട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് പ്ലേയിങ് വിത്ത് യു. ഐ ലവ് പ്ലേയിങ് വിത്ത് യു. നീ എന്തൊരു നല്ല കമ്പനിയാണെന്നറിയോ? യു ആർ സച്ച് എ ഗുഡ് കമ്പനി. യു ആർ സച്ച് എ ഗുഡ് കമ്പനി. യു ഓൾവേസ് മേക്ക് മീ ലാഫ്. നീ എപ്പോഴും എന്നെ ചിരിപ്പിക്കും. യു ഓൾവേസ് മേക്ക് മീ ലാഫ്. നിന്റെ കൂടെ ഉള്ളപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഐ എം ഹാപ്പി വെൻ ഐ എം വിത്ത് യു. ഐ എം ഹാപ്പി വെൻ ഐ എം വിത്ത് യു. നീ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്പെഷ്യൽ ആയിരിക്കും. യു മേക്ക് എവറിത്തിങ് സ്പെഷ്യൽ. യു മേക്ക് എവറിത്തിങ് സ്പെഷ്യൽ. നീ ചിന്തിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലൈക്ക് ദ വേ യു തിങ്ക്. ഐ ലൈക്ക് ദ വേ യു തിങ്ക്. ഒട്ടും പേടിക്കണ്ട, എൻ്റെ കൂടെ അല്ലേ. യു ആർ സേഫ്. യു ആർ സേഫ് വിത്ത് മീ. യു ആർ സേഫ് വിത്ത് മീ. ഇനി ടോക്കിംഗ് അബൌട്ട് ഹോംവർക്ക്. നമുക്ക് ഹോംവർക്കിനെ കുറിച്ച് കുട്ടികളുടെ അടുത്ത് സംസാരിക്കാം. നീ ഹോംവർക്ക് ഫിനിഷ് ചെയ്തോ? ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? ഇന്ന് എന്ത് ഹോംവർക്കാണ് ഉള്ളത്? വാട്ട് ഹോംവർക്ക് ഡു യു ഹാവ് ടുഡേ? വാട്ട് ഹോംവർക്ക്, എന്ത് ഹോംവർക്കാണ്? ഡു യു ഹാവ്, നിനക്കുള്ളത് ഇന്ന്. ടുഡേ, വാട്ട് ഹോംവർക്ക് ഡു യു ഹാവ് ടുഡേ? ഏത് സബ്ജക്റ്റിലാണ് ഇന്ന് ഹോംവർക്ക്? അതെങ്ങനെ ചോദിക്കും? പറയാമോ? ഗസ് ചെയ്തോ? വിച്ച് സബ്ജക്റ്റ് ഈസ് യുവർ ഹോംവർക്ക് ഫോർ? വിച്ച് സബ്ജക്റ്റ് ഈസ് യുവർ ഹോംവർക്ക് ഫോർ? ഹോംവർക്ക് ചെയ്യാൻ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഡു യു നീഡ് എനി ഹെൽപ്പ് വിത്ത് യുവർ ഹോംവർക്ക്? ഡു യു നീഡ് എനി ഹെൽപ്പ് വിത്ത് യുവർ ഹോംവർക്ക്? എന്നാണ് ഹോംവർക്ക് വെക്കേണ്ടത്? വെൻ ഈസ് യുവർ ഹോംവർക്ക് ഡ്യൂ? ഡ്യൂ എന്ന് വെച്ചാൽ എന്നാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത്. വെൻ ഈസ് യുവർ ഹോംവർക്ക് ഡ്യൂ? ഇനി നമുക്ക് അവരെ ഒന്ന് എൻകറേജ് ചെയ്യാം. ആവശ്യത്തിന് സമയമെടുത്ത് നീറ്റായിട്ട് ചെയ്യണം. ടേക്ക് യുവർ ടൈം ആൻഡ് ഡു ഇറ്റ് നീറ്റ്ലി. ടേക്ക് യുവർ ടൈം ആൻഡ് ഡു ഇറ്റ് നീറ്റ്ലി. മനസ്സിലാക്കി ചെയ്യണം. വെറുതെ ഇങ്ങനെ എഴുതിയെടുത്താൽ പോരാ, കോപ്പി ചെയ്ത് വെച്ചാൽ പോരാ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ഡോണ്ട് ജസ്റ്റ് കോപ്പി. മനസ്സിലാക്കാൻ ശ്രമിക്കണം, വെറുതെ കോപ്പി ചെയ്താൽ പോരാ. ഡോണ്ട് ജസ്റ്റ് കോപ്പി. ഹോംവർക്ക് ഒക്കെ തീർത്ത് നിൽക്കുമ്പോൾ ഗുഡ് ജോബ് ഫിനിഷിങ് യുവർ ഹോംവർക്ക്. ഗുഡ് ജോബ് ഫിനിഷിങ് യുവർ ഹോംവർക്ക്. അത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. ചിലപ്പോൾ നമ്മുടെ ഹെൽപ്പ് ആവശ്യമുണ്ടാവും. അപ്പോൾ നമുക്ക് പറയാം ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. ഇനി നമുക്ക് ഓർമ്മിപ്പിക്കണം. അപ്പോഴോ, കളിക്കുന്നതിന് മുമ്പ് ഹോംവർക്ക് ഫിനിഷ് ചെയ്യണം. ഫിനിഷ് യുവർ ഹോംവർക്ക് ബിഫോർ പ്ലേയിങ്. ഫിനിഷ് യുവർ ഹോംവർക്ക് ബിഫോർ പ്ലേയിങ്. ഹോംവർക്ക് നോട്ട്ബുക്ക് എടുക്കാൻ മറക്കരുത് കേട്ടോ. ബാഗ് ഒക്കെ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് പറയേണ്ടി വരും അല്ലേ? ഡോണ്ട് ഫോർഗെറ്റ് ടു പാക്ക് യുവർ ഹോംവർക്ക് നോട്ട്ബുക്ക്. ഡോണ്ട് ഫോർഗെറ്റ് ടു പാക്ക് യുവർ ഹോംവർക്ക് നോട്ട്ബുക്ക്. കഴിയുമ്പോൾ എന്നെ ഹോംവർക്ക് ഒന്ന് കാണിക്കണം കേട്ടോ.
Show me your homework after you finish. Show me your homework after you finish. ഇനി നമുക്ക് പരീക്ഷയെക്കുറിച്ച് സംസാരിക്കാം. എപ്പോഴാണ് പരീക്ഷ? When is your exam? When is your exam? ഇനി ഏത് സബ്ജക്റ്റിലാണ് പരീക്ഷ? Which subject is the exam for? അപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരും, which subject is the exam for? പരീക്ഷയ്ക്കൊക്കെ റെഡി ആണോ? Are you ready for the test? Are you ready for the test? ഏത് ചാപ്റ്റേഴ്സ് ഒക്കെയാണ് പരീക്ഷയ്ക്ക് വരുന്നത്? Which chapters are coming for the exam? Which chapters are coming for the exam? നിനക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടോ? എല്ലാം പഠിച്ചു കഴിഞ്ഞു നല്ല ഇതുണ്ടോ? Do you feel confident? Do you feel confident? ഇനി നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാം. Just do your best. നന്നായിട്ട് എഴുതും. Just do your best. ഒട്ടും പേടിക്കണ്ട, നീ നന്നായിട്ടെല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടല്ലോ. Don't be scared. പേടിക്കണ്ട. You are well prepared. നീ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. You are well prepared. വളരെ പതുക്കെ ശ്രദ്ധയോടെ വേണം നമ്മൾ റിവൈസ് ചെയ്യാൻ. Revise slowly and carefully. Revise slowly and carefully. നീ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് അതിൽ. ഐ എം പ്രൗഡ് ഓഫ് യുവർ ഹാർഡ് വർക്ക്. ഐ എം പ്രൗഡ് ഓഫ് യുവർ ഹാർഡ് വർക്ക്. ഇനി എക്സാം ടൈമിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധയോടെ വായിക്കണം. റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. ടൈമൊക്കെ വളരെ ശ്രദ്ധയോടെ മാനേജ് ചെയ്ത് വേണം പരീക്ഷ എഴുതാൻ. മാനേജ് യുവർ ടൈം വെരി വെൽ. മാനേജ് യുവർ ടൈം വെൽ. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ഉത്തരം എഴുതണം. സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻസ് യു നോ. സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻസ് യു നോ. പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആൻസേഴ്സ് ഒക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ചെക്ക് യുവർ ആൻസേഴ്സ് ബിഫോർ സബ്മിറ്റിംഗ്. ചെക്ക് യുവർ ആൻസേഴ്സ് ബിഫോർ സബ്മിറ്റിംഗ്. ഇനി നമുക്ക് ട്യൂഷനെ കുറിച്ച് സംസാരിക്കാം. ഇന്ന് നിനക്ക് ട്യൂഷൻ ഉണ്ടോ? ഡു യു ഹാവ് ട്യൂഷൻ ടുഡേ? ഡു യു ഹാവ് ട്യൂഷൻ ടുഡേ? ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് എന്താ പഠിച്ചേ? What did you learn in tuition class today? What did you learn in tuition class today? ഇന്നത്തെ ലെസൺ ഒക്കെ മനസ്സിലായോ? Did you understand today's lesson? Did you understand today's lesson? നിനക്ക് ട്യൂഷൻ ഹോംവർക്ക് വല്ലതും ഉണ്ടോ? Do you have tuition homework? Do you have tuition homework? ട്യൂഷൻ ശ്രദ്ധിച്ചിരിക്കണം. Pay attention in tuition. Pay attention in tuition. മനസ്സിലായില്ലെങ്കിൽ ടീച്ചർ അടുത്ത് ചോദിക്കണം. Ask your teacher if you don't understand. Ask your teacher if you don't understand. ഇനി നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ആശ്വസിപ്പിച്ചുകൊണ്ടൊക്കെ ചിലപ്പോൾ പറയണ്ടേ. മിസ്റ്റേക്സ് ഒക്കെ വരുത്തുന്നതും കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ്. മിസ്റ്റേക്സ് വരുത്തുന്നത് ഓക്കെയാണ്, അതൊന്നും പേടിക്കണ്ട. ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ്. പഠിക്കാൻ നമുക്ക് സമയമെടുക്കും. ലേണിംഗ് ടേക്സ് ടൈം. ലേണിംഗ് ടേക്സ് ടൈം. ഞാനിവിടെ ഉണ്ടല്ലോ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഐ എം ഹിയർ ടു ഹെൽപ്പ് യു. ഐ എം ഹിയർ ടു ഹെൽപ്പ് യു. നീ എല്ലാ ദിവസവും നീ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ദിവസവും നീ ഇമ്പ്രൂവ് ചെയ്യാണ്. യു ആർ ഇംപ്രൂവിങ് എവറി ഡേ. യു ആർ ഇംപ്രൂവിങ് എവറി ഡേ. മറ്റുള്ളവരുമായിട്ട് നിന്നെ ഒരിക്കലും നീ താരതമ്യപ്പെടുത്തരുത്. ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. ഇപ്പോൾ ഒരു പാരന്റ് കുട്ടിയോട് ചോദിക്കുക, ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? അപ്പോൾ കുട്ടി നോട്ട് യെറ്റ്. ഇതുവരെ ഇല്ല, ഇതുവരെ കഴിഞ്ഞില്ല, നോട്ട് യെറ്റ്. അപ്പോൾ പാരന്റ് ഓക്കെ കുഴപ്പമില്ല, ഓക്കെ ശരി, ഫിനിഷ് ഇറ്റ് ഫസ്റ്റ് ദെൻ യു ക്യാൻ പ്ലേ. അത് ആദ്യം തീർക്കൂ എന്നിട്ട് കളിക്കാം. എന്തെങ്കിലും സഹായം വേണോ? ഡു യു നീഡ് ഹെൽപ്പ്? ഡു യു നീഡ് ഹെൽപ്പ്? ആ മാത്സ് ചെയ്യാൻ സഹായം വേണം. യെസ് വിത്ത് മാത്സ്. അപ്പോൾ ഷുവർ ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. ഓക്കെ നമുക്ക് ചെയ്യാം, തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. ഇപ്പോൾ വീട്ടിൽ കുട്ടികളുടെ അടുത്ത് മറ്റുള്ളവരുടെ അടുത്തൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് ഇംഗ്ലീഷ് സെൻറ്റൻസ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 3 വീഡിയോസായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല സൂപ്പർബായിട്ടുള്ള സെൻറ്റൻസുകളാണ്. നന്നായിട്ട് അങ്ങ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ ഓരോ സിറ്റുവേഷനിൽ ഇത് പറയുന്നതായിട്ട് ഇമാജിൻ ചെയ്തൊന്ന് പറഞ്ഞു നോക്കിക്കേ, സൂപ്പറായിരിക്കും. Okay, so see you in the next video. Until then, you take care. Sadguresh.